ജീവിതത്തിലെ വ്യത്യസ്ത മുഖങ്ങൾ എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർ എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വ്യത്യസ്ത വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതൊരു കോഡ്ലെസ് ബുഷ് കട്ടർ, അതായത് പുല്ല് വെട്ടാൻ പറ്റുന്ന ഒരു മെഷീനാണിത്. കോഡ്ലെസ് പുതിയ മോഡൽ, നമുക്ക് ഹാൻഡി ആയിട്ട് വളരെ ഈസി ആയിട്ട് എവിടെയും കൊണ്ടുവന്ന് വർക്ക് ചെയ്യാൻ പറ്റും. ഇത് വെച്ചിട്ട് പുല്ല് വെട്ടാൻ പറ്റും ചെറിയ തോതിൽ. വലിയ ഹെവി അല്ല, ഇത് ഒരു മീഡിയം ടൈപ്പ് ചെടികളൊക്കെ ഇങ്ങനെ ഷേപ്പ് ചെയ്യാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ ഒരു പരസ്യം കണ്ടപ്പോൾ വരുത്തിച്ചതാണ്. അപ്പോൾ ഇതാണ് ഈ വരുന്നത്. ഇത് നമ്മൾക്ക് ഇങ്ങനെ കണ്ടോ, ഇതിങ്ങനെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, കണ്ടോ, അതിവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾക്ക് ഇതിനെ നീട്ടം കുറുക്കൊക്കെ ചെയ്യാം. അതെ, നീട്ടം വെപ്പിക്കാം, കണ്ടോ, ഇതിങ്ങനെ നീട്ടം കുറുക്കൊക്കെ ചെയ്യാം. അപ്പോൾ ഇതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. നമുക്ക് എത്ര തന്നെ ഇത്രയും ദൂരത്തിൽ ഇത്രയും ലെങ്ത്തിൽ നമുക്ക് നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഹെഡ്, ഇതാണ് ഹെഡ്. പുതിയതായിട്ട് നമ്മൾ ഈ പാക്കറ്റ് തുറക്കുമ്പോൾ അതിൽ നിന്ന് എടുക്കുമ്പോൾ ഇങ്ങനെ മാത്രമായിരിക്കും ഹെഡ് ഇതുമാതിരി ആയിരിക്കും. അപ്പോൾ അതിനോടൊപ്പം ഇതെല്ലാം സെപ്പറേറ്റ് വരുന്നതാണ്. ഇതിൻ്റെ ഈ ഗാർഡ് എന്ന് പറയും, ഇതിൻ്റെ വീൽ ഗാർഡ്. നമ്മുടെ ഈ വീൽ ഉപയോഗിക്കുമ്പോൾ ഇതൊക്കെ കറങ്ങുമ്പോൾ നമ്മുടെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടി ഇത് കറങ്ങുമ്പോൾ ഡേഞ്ചറാണല്ലോ ഇത്, ശരിക്കും പറഞ്ഞാൽ നല്ല മൂർച്ചയുള്ളതാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ബ്ലേഡാണിത്. ഈ ബ്ലേഡൊന്നും ഇതൊന്നും അത്ര വലിയ നമുക്ക് ഡാമേജ് ചെയ്യില്ല, എന്നാലും ഇതും ഡേഞ്ചർ തന്നെ, മുറിയും. ഇതും അതുമാതിരി തന്നെ മൂർച്ചയുള്ള ഇരുമ്പിൻ്റെ ബ്ലേഡാണ്, ഇതും നമുക്ക് ഡേഞ്ചർ തന്നെയാണ്. അപ്പോൾ ഇതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗാർഡാണിത്. ഈ ഗാർഡ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് അതിനെ പെട്ടെന്നൊന്നും തട്ടിപ്പോകാണ്ടിരിക്കാൻ പറ്റും. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പാക്കേജ് തുറക്കുമ്പോൾ ഈ പറഞ്ഞ ഇതൊക്കെ ചെറിയ ചെറിയ ആണിയൊക്കെയാണ്, ഇതൊക്കെ പോവാതെ നോക്കണം നമ്മൾ. കണ്ടോ, ഈ ആണിയൊക്കെ ശ്രദ്ധിച്ചെടുക്കണം, കാരണം ഇത് ഈ ആണി ഇതിന് ഫിറ്റ് ചെയ്യാനുള്ളതാണ്. ഈ ആണി, ഈ കുഞ്ഞാണി കണ്ടോ, ഇതിലേക്ക് ഈ ഗാർഡിനെ ഉറപ്പിക്കാനുള്ളതാണ്. ആണി വെച്ച് മുറുക്കേണ്ട സ്ഥലം ഇവിടെയാണ്, അതിൻ്റെ ആണി വയ്ക്കാനുള്ള സ്ഥലമാണത്. കട്ടിങ് ഇതിവിടെ ചെറിയൊരു ഇതായിട്ട് മാച്ച് ചെയ്യുക. അങ്ങനെ വെച്ചതിന് ശേഷം അമർത്തിയിട്ട് ഇതിനെ പതുക്കെ ഇങ്ങോട്ട് തിരിച്ച് ഇവിടെ കൊണ്ടുവരിക. അത് ഏകദേശം ആണി വെക്കേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ടല്ലോ. ഇവിടെ ഈ ആണി വെച്ചിട്ട് ഇതിനെ ഉറപ്പിക്കും. ഇതിവിടെ വെച്ചില്ലെങ്കിൽ ഗാർഡ് ഇളകി പോകും. ഈ ആണി കൊണ്ട് ഉറപ്പിച്ചില്ലെങ്കിൽ സ്ക്രൂട്ട് ടൈറ്റാക്കി വെക്കുക, അപ്പോൾ അത് ഇളകി പോകില്ല. അത് കെട്ടിങ്ങി കൊണ്ടെങ്കിൽ ഫിറ്റ് ആവുമല്ലോ ഇത്, കണ്ടോ. എന്നിട്ട് ഇതാണ് ഇതിൻ്റെ ടൂൾസ്. ഈ ടൂൾസ് കൊണ്ട് നമുക്ക് ഈ ടൂൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ പാക്കേജിനോടൊപ്പം. ഇതുകൊണ്ട് നമുക്ക് ഈ വീലും ഫിറ്റ് ചെയ്യാം, ഈ പറഞ്ഞ ഈ ഗാർഡും ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ടെണ്ണം നമ്മൾ സൂക്ഷിക്കണം, കളയാതെ. നിങ്ങൾക്ക് ഇതിനൊരു ഹാൻഡിലൊക്കെ ഉണ്ട് അല്ലേ, ഈ ഹാൻഡിലൊക്കെ ഇങ്ങനെ നമ്മൾ ഫിറ്റ് ചെയ്യാം കട്ട് ചെയ്യുന്നതിന് മുമ്പ്. ഈ ഹാൻഡിൽ ചെയ്തുമ്പോൾ ഇങ്ങനെ അഴിച്ചെടുക്കുക. പിടിച്ചിട്ട് ഇതിങ്ങനെ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം. ഈ രണ്ട് ടൈപ്പിലും ഫിറ്റ് ചെയ്യാം, നമ്മുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ക്രൂ ആണി, ഇതിൻ്റെ നെറ്റ്. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം, അങ്ങനെ കണ്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ നെറ്റ് ഇട്ടതിൻ്റെ പേരിൽ അത് കറങ്ങൂല, നെറ്റ് അതിൻ്റെ ഉള്ളിൽ ആ കട്ടിങ് ഉള്ളതിൻ്റെ പേരിൽ അത് അങ്ങനെ അതുമ്പോൾ തടഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും ഇതിനെ ടൈറ്റ് ചെയ്യാം. ഈ ഹാൻഡിൽ കണ്ടോ, ടൈറ്റ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിപ്പോൾ. ആദ്യമായിട്ട് നമ്മൾ ഇതുണ്ട്, ഇതിന് മുന്നിലൊരു ഇതിൻ്റെ മുന്നിൽ വെക്കണം, ഇതിൻ്റെ മുന്നിൽ. എന്നിട്ട് നമ്മൾ ബ്ലേഡിനെ, ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ബ്ലേഡാണ്. അപ്പോൾ ആദ്യം നമ്മളിത് കട്ട് ചെയ്യാൻ ഉപയോഗിക്കാൻ വേണ്ടി ഇതിനെ ഇവിടെ ഒരു ഗ്യാപ്പ്, ഇതിൻ്റെ അവിടെ രണ്ടൊരു കട്ടിങ് ഉണ്ട് ഇതിൻ്റെ പ്രതലം. അപ്പോൾ ഈ കട്ടിങ്ങിൽ നമ്മളിതിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ വാഷർ വെച്ചതിന് ശേഷം ഈ ആണി വെച്ച് നമ്മളതിനെ ഫിറ്റ് ചെയ്യും. ഫിറ്റ് ചെയ്യുമ്പോൾ ഇത് പിടിക്കണം, ഈ റൗണ്ട് റോൾ ഇങ്ങനെ പിടിക്കണം. പിടിച്ചിട്ട് ഇതിനെ ടൈറ്റ് ചെയ്ത് ഈ ലെവലിലേക്ക് വയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇതാണ് ഇതിൻ്റെ ബാറ്ററി വയ്ക്കാനുള്ള സ്ഥലം. ഈ ബാറ്ററി വയ്ക്കാനുള്ള സ്ഥലത്ത് ഇതാണ് ബാറ്ററി. ഈ ബാറ്ററിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസെർട്ട് ചെയ്ത് ഇതിൻ്റെ ഇവിടെ കണ്ട ഒരു ഇതുണ്ട് വഴി. ഇതിങ്ങനെ വെച്ചതിന് ശേഷം അമർത്തി കൊടുക്കുക. കണ്ടോ, ഊരണമെന്നുണ്ടെങ്കിലാണ് ഈ ബട്ടൺ കണ്ടോ, ഇത് താഴത്തേക്ക് അമർത്തി പിടിച്ചിട്ട് മേലേക്ക് വലിക്കുക. ഈസി ആയിട്ട് പോകുന്നു കണ്ടോ. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഇവിടെ ഈ ഭാഗത്ത്. ഈ ബട്ടൺ അമർത്തി പിടിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ നമ്മളതിനെ പ്രവർത്തിപ്പിക്കും. അപ്പോൾ ഇതിന്മേൽ ഹാൻഡിലാണ്. ഈ ബ്ലേഡ് നമ്മൾ അഴിച്ചെടുക്കുന്നു. അപ്പോൾ ഈ ബ്ലേഡ് അഴിച്ചെടുത്തു. ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ ബ്ലേഡ് ഫിറ്റ് ചെയ്യാൻ പോകണം ഇവിടെ കണ്ടോ.
ഇതിലേക്ക് ഈ വാഷ് ഇട്ട് കൊടുക്കും കണ്ടോ. വാഷ് ഇട്ടതിന് ശേഷം ഈ നെറ്റ് ഇട്ട് മുറുക്കണം. ഈ നെറ്റ് നമ്മൾ നേരത്തെ കാണിച്ച നെറ്റാണിത്. ഇതൊക്കെ വളരെ ചെറുതാണ് കേട്ടോ, മറ്റുള്ള അതിൻ്റെ മാതിരി എത്ര വലുപ്പമൊന്നുമില്ല ഇതിൻ്റെ നെറ്റൊന്നും. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ബാക്കിൽ ഇതിനൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഈ ബാക്കിലുള്ള ഇതിനൊന്ന് സപ്പോർട്ട് ചെയ്ത് പിടിക്കുക ഇതിനെ. എന്നിട്ട് ഇത് മുറുക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഇത് കറങ്ങിക്കൊണ്ടിരിക്കും. ആ ബാക്കിലുള്ള സപ്പോർട്ടിനെ നമ്മൾ പിടിച്ചില്ലെങ്കിൽ ഇത് കറങ്ങും. ഈ സാധനം കുറച്ച് ഡേഞ്ചർ സാധനമാണ്. ഇത് ഭയങ്കര വാള് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഗ്ലൗസ് ഒക്കെ ഇട്ട് ഉപയോഗിക്കണം. ഗ്ലൗസ്, ഹെൽമെറ്റ് ഒക്കെ ഉപയോഗിക്കുന്നത് ബെസ്റ്റ്. കാരണം ഇതിൻ്റെ വെട്ടുമ്പോൾ ചെടിയുടെ ഇത് കണ്ണിലേക്കൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ സേഫ്റ്റി ഗ്ലാസ് ഉപയോഗിക്കണം. അങ്ങനെ പല പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് വേണം നമ്മൾ ഇതുകൊണ്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. വലിയ സ്ട്രോങ് സാധനമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ഇനി നമ്മൾക്ക് ഇതെങ്ങനെയാണ് പുല്ല് വെട്ടുന്നതിനെ കുറിച്ച് നമുക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വീൽ കട്ടർ കുറച്ച് ഹെവിയാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് വെച്ചിട്ട് നമുക്ക് പുൽത്തകിടിയിൽ കട്ട് ചെയ്ത് ചെറുതാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം വെച്ചാൽ അത് വളരെ സ്ട്രോങ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതിനും കണ്ട് വലിയ ചെടികളൊക്കെ കട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് തൽക്കാലം ഈ മാവിൻ്റെ കൊമ്പ് ഒക്കെ വെട്ടി നോക്കാം. അങ്ങനെ അപ്പോൾ അതെ, ഈ കൊമ്പ് നമ്മൾ വെട്ടി. ഇത് അത്ര വലിയ ഹെവി ആയിട്ടൊന്നും വർക്ക് ചെയ്യില്ല കേട്ടോ. ഇതിപ്പോൾ ചെറിയ തോതിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാനേ പറ്റുള്ളൂ. ഇങ്ങനെ വലിയ ഹെവി കട്ടിംഗ് ഒന്നും നടക്കില്ല. നമ്മളപ്പോൾ ഈ പ്ലാവിൻ്റെ കൊമ്പ് ഒന്ന് വെട്ടാന്ന് വിചാരിക്കും. ഈ കൊമ്പ് വെട്ടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉയരം വെച്ച് പോവാ. പ്ലാവ് കൂടുതൽ ഉയരം വെച്ച് കഴിഞ്ഞാൽ ചക്കയൊക്കെ ഉണ്ടായാൽ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ് ഞാൻ ഇത് ഇവിടെ വെച്ച് മുറിച്ചത്. അപ്പോൾ അത് കുറച്ച് ഇതിനത് ചായുന്നുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ അത് നമുക്ക് അത് ക്ലിയറാക്കി. ഈ ഹെവി മെഷീൻ്റെ മാതിരി അത് വർക്ക് ചെയ്യില്ല. ഇത് കണ്ടോ, ഇത് നമുക്ക് നല്ല വർക്ക് ചെയ്യാൻ നല്ല സ്ട്രോങ് ആണ്. ഇത് കണ്ടോ, നമുക്ക് തൽക്കാലം ചെറിയ ചെറിയ പണികൾക്കൊക്കെ പറ്റുള്ളൂ. ഇതിൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബ്ലേഡ് ഊരിയിട്ട് നന്നായിട്ട് അതിനെ ക്ലീനാക്കി വെക്കുക. അല്ലെങ്കിൽ അതിൻ്റെ പശ ഉണ്ടല്ലോ, ആ കട്ട് ചെയ്ത് കൊടുത്ത് ഇതൊക്കെ വേഗം ബ്ലേഡിനെ നശിപ്പിക്കും. പുല്ല് മുറിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ വരുന്നുണ്ട് ഈ ബ്ലേഡുകൾ. ഇതെല്ലാം ഞാൻ ഇപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് സെയിം ഇതിന് കുറച്ച് ശക്തി കുറവാണെന്ന് മാത്രം. സാധാരണ ഈ പുല്ലൊക്കെ വെട്ടാൻ പറ്റും. പക്ഷെ ഞാനിപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഇതാണ് സ്റ്റീലിൻ്റെ ബ്ലേഡ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫിറ്റിംഗ് ഇതൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതിൽ വെച്ച് കൊടുക്കണം ഉണ്ടോ, അതിൻ്റെ കട്ടിങ്ങിലൊക്കെ പെടുത്തിട്ട് ഇതിൻ്റെ കട്ടിങ്ങിൽ പെട്ടിട്ടുണ്ട്. ഇതിന് കട്ടിങ്ങിൽ പെടുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ തിരിയുള്ളത് വാഷ് വെച്ചു ഇതിവിടെ പിടിച്ചിട്ട് ടൈറ്റ് ചെയ്യുക. ഈ താഴെയുള്ള കണ്ട് തിരിയല്ലേ, ഇങ്ങനെ വട്ടം കറങ്ങരുത്. ഇതിങ്ങനെ പിടിച്ച് ടൈറ്റ് ചെയ്യാം. ഈ സ്റ്റോണോ ഇവിടെ പിടിച്ചിട്ട് ഇതിനെ ഇങ്ങനെ തിരിക്കുക. ഇപ്പോൾ നമ്മൾ ഏകദേശം അത് ടൈറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ നിങ്ങൾ കണ്ട മാതിരി തന്നെ നമ്മുടെ ബാറ്ററി പാക്ക് ഉണ്ടല്ലോ, ബാറ്ററി ഇതെല്ലാം നമ്മൾ ഈ ഇതിലേക്ക് കൊള്ളിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ ബട്ടൺ അമർത്തി പിടിച്ചിട്ട് താഴെ ഇവിടെ അമർത്തുക. ഈ വിരലുകൊണ്ട് ഇവിടെ അമർത്തുക. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് ഇനി അടുത്ത നമ്മുടെ കട്ടിങ്. ഈ ചെടീനെ നമുക്കൊന്ന് പ്രൂണിങ് ചെയ്യാൻ നോക്കാം. ഇനി അവിടെ ഉണ്ട് ഒരു ചെടി ഇതേപോലത്തെ തന്നെ, അതിനെയും കൂടി നമുക്കൊന്ന് പ്രൂണിങ് ചെയ്യണം. ഈ മിഷ്യൻ വെച്ചിട്ട് നമ്മുടെ പുല്ല് വളർന്നു വന്നിട്ടുണ്ട്, കുറച്ച് ഇങ്ങനെ തല പൊന്തി വന്നിട്ടുണ്ട് കുറേശ്ശെ. അതിനെ നമുക്ക് ട്രിം ചെയ്ത് ലെവലാക്കാൻ പറ്റും. ഇത് എളുപ്പമാണ്. മറ്റേത് വീല് വെച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നേരത്തെ കാണിച്ചല്ലോ. ഇതുകൊണ്ട് നമുക്ക് സുപ്രൈഡ് ചെയ്യാം.
പുല്ല് ട്രിം ചെയ്ത് ലെവലാക്കാൻ ഈ ബ്ലേഡ് കൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒന്നും കൂടി ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടി ശ്രദ്ധിച്ച് ചെയ്താൽ സൂപ്പറാവും. പൊന്തി നേരുന്ന പുല്ലൊക്കെ നമ്മൾ ഇതുകൊണ്ട് ട്രിം ചെയ്ത് ലെവലാക്കി. പുല്ല് വെട്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി ഈ വെട്ടിയ മെഷീനെ ഒന്ന് ക്ലീൻ ചെയ്യണം. കണ്ടോ, ഇതൊന്ന് ചുറ്റും ഇതൊക്കെ പിടിച്ചിട്ടുണ്ടോ. ഇത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ അത് വീണ്ടും വേഗം കണ്ടീഷൻ മോശമാവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും നന്നായിട്ട് ക്ലീൻ ചെയ്ത് തുടച്ച് വെക്കണം. വെക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടോ എന്തോരം പുല്ല് ഇതുണ്ടോ. ഇത് ഇതിൻ്റെ ഉള്ളിലൊക്കെ പുല്ല് കയറിയേക്കാം. ഇതിനെ എന്താ ഈ ഹോളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതേമാതിരി തന്നെ ഒരു ഹോൾ ഇപ്പുറത്തുണ്ട്. എവിടേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മളെ ഒരു ഗാർഡ് പോലെ അങ്ങനെ നിൽക്കും. ഇതും ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള, വീലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവമാണിത്. ഇത് 48 വോട്ടിൻ്റെ ലിത്തിയം ലിയോൺ ബാറ്ററിയാണിത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ചാർജർ. കണ്ടോ, ഇതൊരു 12 വോട്ടിൻ്റെ ചാർജറാണ്. ഇതിൻ്റെ ഈ ഭാഗത്ത് കണ്ടോ, ഇവിടെയാണ് ഇതിനെ നമ്മൾ ഇതിന് കണക്ട് ചെയ്യുക. എന്നിട്ട് ഇലക്ട്രിക് സോക്കറ്റിൽ ഇത് കുത്തി കൊടുക്കുമ്പോൾ ഇത് ചാർജ് ആവും. ചാർജ് ചെയ്യാൻ വെക്കുമ്പോൾ ഇതിൽ കറണ്ടൊന്നും, ബാറ്ററി വീക്കാണെന്നുണ്ടെങ്കിൽ ഇതിൽ റെഡ് ലൈറ്റ് വരും. ഫുൾ ചാർജ് ആയാൽ ഇതിൽ ഗ്രീൻ ലൈറ്റ് വരും. ഇതിൽ ഗ്രീൻ ലൈറ്റ് വരും. ഓക്കെ. അപ്പോൾ അത് പെട്രോളോ ഡീസലോ ഉപയോഗിക്കാതെ തികച്ചും ബാറ്ററിയിൽ പ്രവർത്തിപ്പിക്കാവുന്ന കോഡ്ലെസ് ഇലക്ട്രിക് ബ്രഷ് കട്ടറാണ് ഇതുവരെ നിങ്ങൾ കണ്ടത്. ഇത് നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ട് നമ്മുടെ പുൽത്തകിടിയോ അല്ലെങ്കിൽ ഗാർഡനിലുള്ള ചെടികളൊക്കെ ട്രിം ചെയ്യാനോ ചെറിയ ചെറിയ വർക്കുകൾക്കൊക്കെ ഇത് ഉപകാരപ്രദമാണ്. നിങ്ങൾ ആർക്കെങ്കിലും ഇതിന് വാങ്ങിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ആ ലിങ്കുകളിൽ ഇതിലും ബെറ്റർ ആയിട്ടുള്ള കോഡ്ലെസ് ബ്രഷ് കട്ടർ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നത്.